ഭാരതാംബ ചിത്ര വിവാദത്തിലേക്ക് പോകാം. കാരണം ഈ വിവാദത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവനും സർക്കാരും. രാജ്ഭവൻ പരിപാടികളിൽ മന്ത്രിമാർ പങ്കെടുക്കണമോ എന്നതിൽ സർക്കാർ തലത്തിൽ ആലോചനകൾ പോലും നടക്കുകയാണ്. ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്നിപ്പോൾ SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും 10 മണിയോടുകൂടി. മന്ത്രി വി ശിവൻകുട്ടിയുടേത് ഭരണഘടനയെ മുറുകെ പിടിച്ചുള്ള വ്യക്തമായ നിലപാടെന്ന് മന്ത്രി VN വാസവനും പറഞ്ഞു. ഭരണഘടനയെ ആർക്കും വെല്ലുവിളിക്കാൻ അധികാരമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രി VN വാസവന്റെ വാക്കുകളിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം. നമ്മുടെ രാജ്യത്തിന് എല്ലാത്തിലും വലുത് നമ്മുടെ രാഷ്ട്രവും അതിന് നട്ടല്ലായ ഭരണഘടനയുമാണ്. ആ ഭരണഘടന വെല്ലുവിളിക്കാൻ ആർക്കും അധികാരമില്ല, ആർക്കും അവകാശവുമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ചിഹ്നങ്ങളോ ഏതെങ്കിലും രാഷ്ട്രീയമായ മറ്റ് വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളടക്കമോ ഒന്നും പ്രചരിപ്പിച്ച് ആ സങ്കേതം അതിൻ്റെ പരിപാവനമായ ഉള്ളടക്കത്തെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനെതിരായി ദേശാഭിമാന പ്രചോദിതമായ വീക്ഷണമുള്ള ഏതൊരു ജനവിഭാഗവും മുന്നോട്ട് വന്ന് ആ ഭരണഘടനാ ലംഘനത്തെ എതിർക്കും. അതുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി എടുത്ത നിലപാട് വളരെ ശരിയായിരുന്നു. അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയും നിലപാടുമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭരണഘടനയെ മുറുകെ പിടിച്ചു, രാഷ്ട്രത്തെ നെഞ്ചോട് ചേർത്തു. അതായിരുന്നു അദ്ദേഹം എടുത്ത സമീപനം. യെസ്, മീര മനോഹരനുണ്ട് നമുക്കിപ്പം വിവരങ്ങളുമായിട്ട്. മീര, ഇതിപ്പോ രാജ്ഭവൻ മന്ത്രി വി ശിവൻകുട്ടിയുടേത് പ്രോട്ടോകോൾ ലംഘനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സംസ്ഥാന സർക്കാർ അത് വലിയ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല, അല്ലാതെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. മാത്രമല്ല, രാജ്ഭവനിൽ ഇനി പരിപാടികൾ നടത്തണമോ എന്ന കാര്യത്തിലും സർക്കാർ ഒരു പുനരാലോചനയിലേക്ക് പോകുന്നു. മന്ത്രി VN വാസവൻ, അദ്ദേഹത്തിന്റെ വാക്കുകളെ ഈ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം മീര? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ആയിരുന്നു ഈ ഒരു സംഭവം. ശിവൻകുട്ടി ആ വിഷയത്തിൽ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് തന്നെ എടുത്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് മന്ത്രി VN വാസവൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത്. മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും ശിവൻകുട്ടിക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് നൽകിയത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗവർണർ സർക്കാർ പോരിൽ കൂടുതൽ മന്ത്രിമാരും ഈ സർക്കാരിനൊപ്പം അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ നിലപാടിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ശിവൻകുട്ടിയുടെ വളരെ വ്യക്തമായ നിലപാടാണ്. രാജ്ഭവൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ല് ഭരണഘടനയാണ്. അല്ലാതെ മറ്റ് ഏതെങ്കിലും മതപരമായ ചിഹ്നത്തിനോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിഷയങ്ങൾക്കോ അതിൽ രാജ്ഭവനെ സ്വാധീനിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്ന് രാവിലെ VN വാസവൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത്. എന്തായാലും വിഷയത്തിൽ ഗവർണറും സർക്കാരും നേരിട്ട് തന്നെ ഒരു പോരിലേക്ക് എത്തുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ അത്തരമൊരു നിലപാട്, ഇത്തരത്തിൽ ഭാരതാംബ ഉള്ള ഒരു വേദിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു നിലപാട് വി ശിവൻകുട്ടി എടുത്ത സാഹചര്യത്തിലും വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് ഉൾപ്പെടെ രാജ്ഭവൻ പുറത്തിറക്കിയിരുന്നു. ആ സാഹചര്യത്തിലും തുടർന്നും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പ്രതികരണം തന്നെയായിരുന്നു വി ശിവൻകുട്ടിയുടേതായി ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഇപ്പോൾ വിഷയത്തിൽ VN വാസവൻ കൂടി പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും തങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി എടുത്ത നിലപാടിനൊപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ വിഷയത്തിന്റെ ആരംഭം ഉണ്ടായിരുന്നത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലായിരുന്നു. അന്ന് മന്ത്രി പി പ്രസാദ് അത്തരത്തിലൊരു നിലപാട്. അങ്ങനെ രാജ്ഭവനിൽ വെച്ച് പരിപാടികളൊക്കെ നടത്തുന്നില്ല. കാരണം ഇപ്പൊ ഭാരതാംബയെ മാറ്റില്ല എന്നൊരു നിലപാട് ഗവർണർ അതേ നിലപാട് തുറച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ വീണ്ടും ഒരു പോരിന് വേണ്ട, ഇനി ആര് ചെന്നാലും ഇത്തരത്തിലൊരു പോര് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ, രാജ്ഭവനിലെ പരിപാടികളൊക്കെ ഒന്ന് മാറ്റിയാലോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പുനരാലോചനയിലേക്ക് സർക്കാർ പോകുന്നു എന്ന സൂചനയാണ് മന്ത്രി VN വാസവന്റെ വാക്കിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം.